വമ്പൻ സൗകര്യങ്ങളുമായി വിമാനങ്ങളിലേതുപോലുള്ള സൗകര്യങ്ങളുമായി റോഡിലൂടെ ഇലക്ട്രിക് ബസ് എത്തുന്നു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വിമാനങ്ങളിലേതിന് സമാനമായ ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന 132 സീറ്റുകളുള്ള ഇലക്ട്രിക് ബസ് പ്രൊജക്ട് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി. ടാറ്റയുമായി ചേർന്നുള്ള പൈലറ്റ് പ്രൊജക്ടാണ് ഈ സർക്കാർ നടപ്പിലാക്കുന്നത്. റിംഗ് റോഡിൽ 49 കിലോമീറ്റർ സഞ്ചരിക്കുന്ന 132 സീറ്റുകളുള്ള ഇലക്ട്രിക് ബസ്സുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. മലിനീകരണം ഉണ്ടാക്കാത്ത ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിച്ചാണ് ഈ ബസ്സുകൾ സർവീസ് നടത്തുകയെന്നും സാധാരണ ഡീസൽ ബസ്സുകളെ അപേക്ഷിച്ച് കൂടുതൽ ലാഭകരമായിരിക്കും ഈ ബസ്സുകൾ എന്നും NDV ഇൻഫ്രാശക്തി അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെ മന്ത്രി പറഞ്ഞു. ഓരോ 40 കിലോമീറ്ററിലും സ്റ്റോപ്പുകൾ ഉണ്ടാകും. ഇവിടെ 40 സെക്കൻഡിനകം ഈ ബസ്സുകൾ റീചാർജ് ചെയ്യും. സുഖപ്രദമായ ഇരിപ്പിടം, എയർ കണ്ടീഷനിങ്, ഭക്ഷണ പാനീയങ്ങൾ നൽകുന്ന എയർ ഹോസ്റ്റസുകൾ പോലെയുള്ള സൗകര്യങ്ങളും ഈ ബസ്സിൽ ഉണ്ടാകും. ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് കിലോമീറ്ററിന് 35 മുതൽ 40 വരെയാണ് ചാർജ് ഈടാക്കുന്നത്. മലിനീകരണത്തെ കുറിച്ചുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആശങ്കയെക്കുറിച്ചും ഗഡ്കരി സംസാരിച്ചു. വ്യക്തിപരവും പൊതുഗതാഗതവും ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധ അദ്ദേഹം എടുത്തു പറഞ്ഞു. മലിനീകരണം നേരിടാൻ വിവിധ നടപടികളും പ്രഖ്യാപിച്ചു. തദ്ദേശീയവും ചെലവ് കുറഞ്ഞതും മലിനീകരണ രഹിതവുമായ ഗതാഗത പരിഹാരങ്ങളുടെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറഞ്ഞു. മലിനീകരണം ഇന്ത്യയുടെ പ്രധാന പ്രശ്നമായി അദ്ദേഹം ഉയർത്തിക്കാട്ടി. അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ, ഇന്ത്യൻ ഓയിലിന്റെ 300 എത്തനോൾ പമ്പുകൾ, ഫ്ലെക്സ് വാഹനങ്ങൾ തുടങ്ങിയ സംരംഭങ്ങൾ പെട്രോളിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പൊതുഗതാഗത ചെലവ് കുറയ്ക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നും ഗഡ്കരി വ്യക്തമാക്കി. ഡീസൽ ബസ്സുകളുടെ പ്രവർത്തന ചെലവ് കിലോമീറ്ററിന് 115 രൂപയും AC ഇലക്ട്രിക് ബസ്സുകൾക്ക് 41 രൂപയും സബ്സിഡിയുള്ള non-AC ബസ്സുകൾക്ക് 37 രൂപയും ആണെന്നും സബ്സിഡികളില്ലാതെ ടിക്കറ്റ് നിരക്ക് 15 മുതൽ 20% വരെ കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.